അപ്പോൾ മോഡ്യൂൾ 1-ന്റെ മാസ്റ്റർ ആൻസർ ടു മോഡ്യൂൾ 1-ന്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ TXY ഡയഗ്രാം നോക്കി. ആ TXY ഡയഗ്രാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പാർട്സ് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത്. VLE വേപ്പർ ലിക്വിഡ് എക്വിലിബ്രിയത്തിന് തന്നെ വേറെ കുറച്ച് ഭാഗം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഇല്ല, മൈക്കും ഇല്ല. പിന്നെ അതിന് പകരം കുറച്ച് നല്ല തൊണ്ടവേദനയും ആവശ്യത്തിന് ജലദോഷമുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് എൻ്റെ ഒച്ചയൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടായിരിക്കും. വേറെ മൈക്കിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ. എന്താണ് TXY ഡയഗ്രാം നമ്മൾ പഠിച്ചു. TXY ഡയഗ്രത്തിനകത്ത് ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് പറഞ്ഞു അല്ലേ, ഈ ഹൊറിസോണ്ടൽ ലൈൻസ് പറഞ്ഞു. ആ ഹൊറിസോണ്ടൽ ലൈൻസിന് ഒരു പേരുണ്ട്. ആ ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ പേരാണ് ടൈ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ ടൈ ലൈൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വേപ്പർ ലിക്വിഡ് കോമ്പോസിഷനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ലൈൻസ് അത് വെച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാനുള്ളത്. അപ്പോൾ ഈ ലൈൻസ് നമ്മൾ കുറേ ലൈൻ വരച്ചു. ഇവിടെ 1 2 3 4 ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ എനിക്ക് എത്ര ലൈൻ വേണം വരയ്ക്കാം ഇവിടെ ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ ഒക്കെ ഓൾ ദോസ് ലൈൻസ് വിൽ കറസ്പോണ്ട്സ് ടു പെയർസ് ഓഫ് കോമ്പോസിഷൻസ് ഓഫ് ലിക്വിഡ് ആൻഡ് ദ വേപ്പർ വിച്ച് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഈ കുറേ പെയർസ് ഓഫ് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് കുറേ കളക്ഷൻ കിട്ടും അല്ലേ. അപ്പോൾ ആ പെയർസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ആ പെയർസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഗ്രാഫ് വരയ്ക്കാം, ഡയഗ്രാം വരയ്ക്കാം. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് XY ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം. അപ്പോൾ നമ്മൾ Y ആക്സിസിൽ ഈ Y എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ കോമ്പോസിഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ കോമ്പോസിഷൻ. അപ്പോൾ ആ Yയും Xും നമ്മൾ ഓരോ പെയർ കൊടുത്തിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്യും. എന്നാൽ അതിനെ ഒരു ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ പൊതുവേ ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ വെറുതെ ഒരു ഭംഗിക്ക് വരയ്ക്കുന്നതാണ് ഈ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇക്വിലിബ്രിയം ഡയഗ്രാം. ഓക്കെ, അതിനകത്ത് എന്താ നമുക്കുള്ളത്? നമുക്ക് അതിനകത്ത് ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പറിൻ്റെയും ലിക്വിഡിൻ്റെയും കോമ്പോസിഷൻസിൻ്റെ എന്താ പറയുക, ആ പെയർസ് ഓഫ് പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതാണ് ഇക്വിലിബ്രിയം ഡയഗ്രാം, XY ഡയഗ്രാം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് റിലേറ്റീവ് വോളറ്റിലിറ്റി. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കണം എന്താണ് റിലേറ്റീവ് വോളറ്റിലിറ്റി. ഡിഫൈൻ റിലേറ്റീവ് വോളറ്റിലിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാം. ആൽഫ ഈക്വൽ ടു 1 y/1 - y x/1 - x എന്ന് എഴുതാം. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ കണ്ടുണ്ടാവും റിലേറ്റീവ് വോളറ്റിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് വോളറ്റിലിറ്റി ഓഫ് ദ മോർ വോളറ്റൈൽ കമ്പോണൻറ്റ് ടു ദ വോളറ്റിലിറ്റി ഓഫ് ലെസ് വോളറ്റൈൽ കമ്പോണൻറ്റ് എന്നുണ്ടാവും. അപ്പോൾ മോർ വോളറ്റൈൽ കമ്പോണൻറ്റിനെയാണ് നമ്മൾ എപ്പോഴും A എന്ന് വിളിക്കുക. ഡിസ്റ്റിലേഷൻ്റെ കേസിൽ എപ്പോഴും മോർ വോളറ്റൈൽ കമ്പോണൻറ്റിനെ A എന്ന് വിളിക്കും, ലെസ് വോളറ്റൈൽ കമ്പോണൻറ്റിനെ B എന്ന് വിളിക്കും. അതാണ് Aയും Bയും. ഓക്കെ, അതാണ് Aയും Bയും. അപ്പോൾ ഈ Y എന്ന് പറഞ്ഞാൽ Aൻ്റെ കോമ്പോസിഷൻ ആണോ Bൻ്റെ കോമ്പോസിഷൻ ആണോ? നിങ്ങൾക്ക് അറിയാം അല്ലേ. Aൻ്റെ നമ്മൾ മോർ വോളറ്റൈൽ കമ്പോണൻറ്റിനെയാണ്. Y എന്ന് പറഞ്ഞാൽ YA ആണ് ആക്ച്വലി, ചുമ്മാ നമ്മൾ Y എന്ന് എഴുതുന്നത് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ആൽഫ ബൈ ഡെഫിനിഷൻ ഇസ് ഈക്വൽ ടു y/1 - y ഡിവൈഡഡ് ബൈ x/1 - x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടുന്നറിയോ? y ഈക്വൽ ടു എന്നുള്ള രീതിയിലാക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ യൂഷ്വൽ കേസിനകത്ത് ആൽഫ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. പക്ഷേ ചില സമയത്ത് ആൽഫ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറും. അതാണ് കോൺസ്റ്റന്റ് അല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് ചില സമയത്ത് ആൽഫ വളരെ ചെറുതായിട്ടേ മാറുള്ളൂ. കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല, കുറച്ച് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുറച്ച് ചേഞ്ച് നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ എന്നുള്ള പോലെ എടുക്കാം, ഒരു ആവറേജ് വാല്യൂ എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങനത്തെ കേസിനാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കിയാൽ എന്താ അറിയാം? ആൽഫ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ആൽഫ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് XY ഡാറ്റ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആൽഫ തന്നിട്ടുണ്ട്, നമുക്ക് ഈ വൈൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പോൾ നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാം? എക്സിന് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇവിടെ എക്സിന് 0.2 0.4 0.6 0.8 1 എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് വൈൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ചുമ്മാ നിങ്ങളോട് ചോദിക്കുകയാണ്, ആൽഫ വാല്യൂ തന്നിട്ട് XY ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ വെച്ചിട്ട് ജസ്റ്റ് എക്സിന് കുറച്ച് പോയിന്റ്സ് ഇട്ട് കൊടുക്കുക, വൈന് കുറച്ച് പോയിന്റ്സ് ഇട്ട് കൊടുക്കുക, വൈനുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇനി അതേപോലെ ഇത് ഇങ്ങനെ ചോദിക്കാതെ ചിലപ്പോൾ സമയത്ത് നമ്മുടെ മെക്കാബെ-തീലി മെത്തേഡ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കണം. അപ്പോൾ ആ മെക്കാബെ-തീലി മെത്തേഡിനകത്ത് ചിലപ്പോൾ XY ഡാറ്റ തരാതെ എന്ത് ചെയ്യും? ഈ റിലേറ്റീവ് വോളറ്റിലിറ്റിൻ്റെ വാല്യൂ തരും. അപ്പോൾ നിങ്ങൾ XY ഡാറ്റ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാൻ. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ആ രീതിയിലും റിലേറ്റീവ് വോളറ്റിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു സിമ്പിൾ കാര്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇടയ്ക്ക് ജലദോഷത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സാധാരണ TXY ഡയഗ്രം ഞാൻ പറഞ്ഞു നമ്മൾ ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആ കോൺസ്റ്റന്റ് പ്രഷർ ഞാൻ മാറ്റിയാൽ എന്ത് സംഭവിക്കും? അതായത് ഞാൻ ഇപ്പോൾ ആദ്യം TXY ഡയഗ്രാം 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരച്ചു എന്നായിരിക്കാം. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷറായി. അപ്പോൾ ആ ഗ്രാഫിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഇതാണ് നമ്മൾ ഇനീഷ്യൽ ഒരു പ്രഷർ വരച്ചു വിചാരിക്കാം. ഇനി നമ്മൾ പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഈ ഗ്രാഫ് മുകളിലോട്ട് മാറി പോകും. അതിനനുസരിച്ച് XY ഡയഗ്രവും ഇങ്ങനെ മാറും. ആ ജസ്റ്റ് ചെറിയ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചെറിയ സംഭവമെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രഷർ കൂടുമ്പോൾ ഈ TXY ഡയഗ്രം മുകളിലോട്ട് പോകും. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വളരെ നല്ലതാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കണം. എനിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള സമയവും ആരോഗ്യം തീരെയില്ല. അല്ല, എല്ലാം പറഞ്ഞ പോലെ ആരോഗ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, ഇനി ഉള്ളൊരു ടോപ്പിക്കാണ് ഐഡിയൽ സൊല്യൂഷൻസ് ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അത് നിങ്ങൾ +1 +2 പഠിച്ചതാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാ പറയാ, ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലേ. നമുക്ക് എന്തായിട്ട് വിചാരിച്ചിരിക്കുന്നുവോ ഒരു സൊല്യൂഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഐഡിയൽ ആയിട്ട് പെരുമാറുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെ പെരുമാറാത്ത സൊല്യൂഷനാണ് എന്ത്, നോൺ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ +2 ആണോ ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് പറയും, പക്ഷേ റിയൽ ഗ്യാസ് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ, ഒരു മാഷ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ, അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾ പോയി കണ്ടു നോക്കി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. എനിവേ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസാണ്, സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ. അപ്പോൾ റൗൾസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഇൻ ദ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഇൻ ദ ലിക്വിഡ്. എന്ന് പറഞ്ഞാൽ PI പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു XI കോൺസെൻട്രേഷൻ ഇൻ ദ ലിക്വിഡ്, ഒരു കമ്പണന്റിന്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ ഇടും എന്ത്, വേപ്പർ പ്രഷർ, ദാറ്റ് ഇസ് PIS. ഓക്കെ, അതാണ് വേപ്പർ പ്രഷർ. ഇതാണ് റൗൾസ് ലോ ഒബേ ചെയ്യുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ ഈ റൗൾസ് ലോ വെച്ചിട്ട് കുറച്ച് സിമ്പിൾ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിലേഷൻ്റെ കാൽക്കുലേഷൻ അതൊക്കെ വളരെ ആവശ്യം വരും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തൊന്ന് നോക്കുക. നിങ്ങൾ ഓൾറെഡി അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, വേണം എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ്, വളരെ ആവശ്യമുള്ള വരുന്ന ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ എനിവേ ലെറ്റ്സ് മൂവ് ഓൺ. ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഡെറിവേഷൻ ഒന്നിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പിൻ്റെ ഡെറിവേഷൻ ഒക്കെയാണ്. എനിവേ, അപ്പോൾ ഞാൻ നിങ്ങളോട് XY ഡയഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, XY ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതേപോലത്തെ ഒരു പരിപാടിയാണ് TXY ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാതെ ഇവിടെ ഞാൻ ക്രിസ്പായിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ സാധനം നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്താൽ മതി, എന്നിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, ശരി, ഞാനത് ഡീറ്റെയിലിൽ പോകുന്നില്ല. ഈ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ഡെറിവേഷനാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു y/1 - y ഡിവൈഡഡ് ബൈ x/1 - x. ഇതാണ് നമ്മുടെ ആൽഫയുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ഫോർ ഐഡിയൽ സൊല്യൂഷൻസ് പ്രൂവ് ദാറ്റ് റിലേറ്റീവ് വോളറ്റിലിറ്റി ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദിയർ വേപ്പർ പ്രഷേഴ്സ്. ഈ സാധനം അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്ര ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലോ. അപ്പോൾ ആ ഡെറിവേഷൻ 2-3 സബ്സ്റ്റിറ്റ്യൂഷനും ഒന്ന് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടായാലും പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് സംഭവം. ഓക്കെ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻസിന് ആൽഫ ഇസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദിയർ വേപ്പർ പ്രഷേഴ്സ്. വളരെ നല്ലൊരു ഡെറിവേഷനാണ്, സിമ്പിൾ ഡെറിവേഷനാണ്. ഓക്കെ, എല്ലാ ഡെറിവേഷനുകളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയില്ല. ചില ഡെറിവേഷൻ എനിക്ക് ഇഷ്ടമല്ല, ചില ഡെറിവേഷൻ നല്ല ഡെറിവേഷനാണ്. ഇതുപോലത്തെ നല്ല ഡെറിവേഷൻ നല്ല സുഖമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ്, അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട് അല്ലേ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ റൗൾസ് ലോ പ്രകാരം ഒരു പ്രഷർ പ്രൊഡിക്റ്റ് ചെയ്യും അല്ലെ. റൗൾസ് ലോ പ്രകാരം ഒരു പ്രഷർ പ്രൊഡിക്റ്റ് ചെയ്യും. ആ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പ്രഷറിനെക്കാട്ടും കൂടുതലാണ് നമ്മുടെ ആക്ച്വൽ പ്രഷർ എങ്കിൽ അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. പ്രഷർ കൂടുക, പോസിറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ റൗൾസ് ലോ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പ്രഷറിനെക്കാട്ടും കുറവാണ് ആക്ച്വൽ പ്രഷർ എങ്കിൽ അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. അതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇനി പോസിറ്റീവ് ഡീവിയേഷൻ അല്ല നെഗറ്റീവ് ഡീവിയേഷൻ വളരെ എക്സ്ട്രീം കേസിൽ ഭയങ്കരമായിട്ട് ഡീവിയേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അസിയോട്രോപ്സ്. ഓക്കെ, അതാണ് അസിയോട്രോപ്സ്. ഈ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാധാരണഗതിയിൽ നമ്മളൊരു ബൈനറി മിക്സ്ചറോ അല്ലെ അതിൽ കൂടുതൽ കമ്പോണൻസ് ഉള്ള ഒരു മിക്സ്ചറിനെ ബോയിൽ ചെയ്യാൻ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും? ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം മോർ വോളറ്റൈൽ കമ്പോണന്റ് ആയിരിക്കും ബോയിൽ ചെയ്യുക അല്ലേ. രണ്ടും ബോയിൽ ചെയ്യും ആക്ച്വലി, പക്ഷെ ആദ്യം മോർ വോളറ്റൈൽ കമ്പോണന്റ് ആയിരിക്കും നമ്മുടെ വേപ്പർ ഫേസിനകത്ത് കൂടുതൽ ഉണ്ടാവുക അല്ലേ. അത് നിങ്ങൾക്കറിയാം. നമ്മൾ ഈക്വൽ കോമ്പഷൻ എയും ബിയും എടുത്താൽ എ ആണ് മോർ വോളറ്റൈൽ. ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വേപ്പറിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് എ ആയിരിക്കും കൂടുതൽ. അത് വെച്ച് അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. പക്ഷെ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അസിയോട്രോപ്സിന് എന്താ സംഭവിക്കുക എന്നറിയോ? അസിയോട്രോപ്സ് ബോയിൽ ചെയ്യാൻ തുടങ്ങിയാൽ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ലിക്വിഡിനകത്ത് എന്താണോ കോമ്പോസിഷൻ സെയിം കോമ്പോസിഷൻ ആയിരിക്കും വേപ്പറിനകത്ത്. അതാണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിസ് ഇസ് എൻ എക്സ്ട്രീം കേസ് ഓഫ് നോൺ ഐഡിയാലിറ്റിയുടെ വളരെ ഒരു എക്സ്ട്രീം കേസാണ് അസിയോട്രോപ്പ്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് അസിയോട്രോപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മിനിമം ബോയിലിംഗ് മാക്സിമം ബോയിലിംഗ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യും. അപ്പം മിനിമം ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യണമെങ്കിൽ, കുറവ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. എക്സ്ട്രീം പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിലാണ് എന്ത് സംഭവിക്കുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇനി തിരിച്ച് പറഞ്ഞാലോ, എക്സ്ട്രീം നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിലായിരിക്കും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഒരു മാക്സിമം ടെമ്പറേച്ചറിലായിരിക്കും അത് ബോയിൽ ചെയ്യാം. അപ്പോൾ ഈ മിനിമം മാക്സിമം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ TXY ഡയഗ്രാം, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ TXY ഡയഗ്രാം എടുത്താൽ ദാറ്റ് കർവ് പാസസ് ത്രൂ എ മിനിമം. അതാണ് നമ്മുടെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ TXY ഡയഗ്രം. ഈ 3 ഡയഗ്രം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സെൻട്രൽ കാണുന്ന ഡയഗ്രം എങ്കിലും പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, TXY ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു മിനിമത്തിൽ കൂടെ അത് പാസ് ചെയ്യും. അപ്പോൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മാക്സിമത്തിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, അതാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്ത വീഡിയോനകത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമുക്ക് നമ്മുടെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ പഠിക്കാം. ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.